എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോക്കനട്ട് ബൺ അല്ലെങ്കിൽ ദിൽഖുഷ്. ഇത് നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 3/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തിരിക്കുന്നത്, അത് ചേർത്ത് കൊടുത്തു. അതുപോലെ ഒരു 3 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതവിടെ ഒരു 10 മിനിറ്റ് ഒന്ന് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഫില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കയ്യിലുള്ളത് എടുത്താൽ മതി. ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. ഞാൻ ഇവിടെ 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും അളന്ന് വെച്ചിരിക്കുന്ന 1.5 കപ്പ് മൈദ, ഇത് ഒട്ടും കട്ടയില്ലാത്ത അരിച്ചൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അല്പം ഉപ്പ്, അത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ച് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ഇനി നമ്മൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നമ്മൾ പാലും ഈസ്റ്റും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിട്ട് അത് കുറേശ്ശെയായിട്ട് ഈ മാവിലേക്ക് ഒഴിച്ച് നല്ലതുപോലെ കൈ വെച്ച് കുഴച്ചെടുക്കണം. മാവ് കുഴയ്ക്കുമ്പോൾ നല്ലതുപോലെ മയത്തിൽ കുഴച്ചെടുക്കണം. ആദ്യം തന്നെ ഒരുമിച്ച് പാലും ഈസ്റ്റിൻ്റെ മിക്സ് ചേർക്കരുത്. കുറേശ്ശെയായിട്ട് ഒഴിച്ച് അത് എത്രത്തോളം വേണം എന്നുള്ളത് നോക്കി, അതായത് മൈദയുടെ ഇതനുസരിച്ചിട്ട് ചിലപ്പോൾ പാലിൻ്റെ അളവൊക്കെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ കുഴച്ച് കുറേശ്ശെ ഒഴിച്ച് മയത്തിൽ കുഴച്ചെടുക്കണം. ഇനി അല്പം കൂടി നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വീണ്ടും നല്ലതുപോലെ കൈവച്ച് ഒന്ന് കുഴയ്ക്കണം. അതിനുശേഷം നമുക്ക് ഒരു വെജിറ്റബിൾ കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചിട്ട് നല്ലപോലെ തേച്ച് കുഴയ്ക്കണം. ഇനി നമുക്കൊരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ കട്ടിംഗ് ബോർഡിൽ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ മാവ് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അമർത്തി കുഴച്ച് ഒന്ന് തേച്ച് പരത്തി വീണ്ടും വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്ത് അങ്ങനെ കുഴയ്ക്കുന്നതാണ് നല്ലത്. അപ്പം നല്ല പോലെ ഇതൊന്ന് മിക്സായി കിട്ടും. എന്നിട്ട് നമുക്ക് ഇതവിടെ മാറ്റി വയ്ക്കാം. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഡൗ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചിട്ട് 1 ടീസ്പൂണൊക്കെ മതിയാവും. നെയ്യ് ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇനി ഇതൊരു പാത്രം വെച്ചിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട ഫില്ലിങ് തയ്യാറാക്കാം. ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് ചൂടായി വരട്ടെ. നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നട്ട്സും അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ്, അത് നമ്മുടെ കയ്യിൽ ഉള്ളത് ഏതൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാം. അതും ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം.
നല്ലതുപോലെ ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ പൊടിച്ച് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇട്ട് കൊടുത്താലും മതി. എന്നിട്ടൊന്ന് ഉരുകി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് തേങ്ങ ചിരകിയതാണ്. ഒരു 1/2 കപ്പോളം തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് റോസ്റ്റ് ചെയ്യണം. ഒന്ന് മിക്സായി വരണം, അത്രയും മാത്രം. ആ പഞ്ചസാരയിലൊക്കെ കിടന്ന് ഇതിൽ നല്ലോണം ഒന്ന് മധുരം ഒന്ന് പിടിക്കണം. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം ഏലക്കാപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 3 ഏലക്കയുടെ കുരു എടുത്തിട്ട് പഞ്ചസാര ചേർത്ത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്ത് അവിടെ മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ഡൗ നല്ലതുപോലെ പൊങ്ങി നല്ല ഇതായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച ക്വാണ്ടിറ്റിയേക്കാളും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് 2 ഭാഗമായിട്ട് ഞാൻ ഒന്ന് കുറച്ച് വലിപ്പമുള്ള ഒരു ഭാഗവും മറ്റത് കുറച്ച് അതിനെക്കാട്ടിയും കുറച്ച് ചെറുതായിട്ടുള്ള ഒരു ഭാഗമായിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ആദ്യത്തെ ആ വലിപ്പമുള്ള ഭാഗം വെറുതെ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഞാനിവിടെ റോൾ ചെയ്യുന്ന അതൊന്നും ഉപയോഗിച്ചിട്ടില്ല, കൈ വെച്ച് തന്നെ ഒന്ന് പരത്തി കൊടുത്തു. ഈ സമയം നമ്മൾ ഗ്രീസ് ചെയ്തിട്ട് നമ്മൾ ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ടിന്നിലകത്താക്കിയാണ് ഞാനിത് സെറ്റാക്കാൻ വയ്ക്കുന്നത്. അതിനകത്ത് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒരു ബേക്കിംഗ് പേപ്പർ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ആദ്യം കട്ട് ചെയ്ത് പരത്തിയ ആ മാവ് ഇതിലേക്ക് വെച്ച് കൊടുത്തു. നല്ല അതിൻ്റെ ഒരു ഷേപ്പിൽ, ആ വട്ടത്തിൽ. അതങ്ങനെ ഷേപ്പൊന്നും വരുത്തണ്ട, കൈ വെച്ചത് തന്നെ. ഇപ്പം മൈദമാവല്ലേ, അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. എന്നിട്ട് കൈ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് പരത്തി കൊടുത്തു. ഇനിയും ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഫില്ലിങ്ങും ഫുള്ളും ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു സ്പൂൺ വെച്ച് ഞാൻ നല്ലതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. ഇത് നടുക്ക് മാത്രമല്ല, അതിൻ്റെ ആ സൈഡിലേക്കും കൂടി വെക്കണം. ഏറ്റവും അറ്റത്തേക്ക് പോകണ്ട, കുറച്ച് ഇങ്ങോട്ട് നീക്കി കുറച്ച് നമുക്കൊന്ന് പ്രസ് ചെയ്ത് ആ മുകളിലത്തെ ഇതും കൂടി പരത്തി ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനുള്ളതാണ്. അതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെച്ച് ഇട്ട് നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന ആ മാവ് കൂടി ഇതുപോലെ തന്നെ ഈ കട്ടിംഗ് ബോർഡിൽ വെച്ച് കൈകൊണ്ട് പരത്തി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാനാണ് പോകുന്നത്. കണ്ടില്ലേ, ഇതുപോലെ പരത്തി കൊടുക്കണം. കൈ വെച്ച് തന്നെ പരത്തിയാൽ മതി. ഏകദേശം ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ വരും. അധികം കനം വേണ്ട. അടിയിലത്തെ ഇതിൻ്റെ അത്രയും കനത്തിലല്ല ഞാൻ മുകളിലത്തെ ലെയർ വയ്ക്കുന്നത്. അപ്പോൾ അതൊന്ന് പരത്തി നമ്മുടെ ഫില്ലിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പാല് പഞ്ചസാര മിക്സ് ചെയ്തിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് മുട്ടയുടെ വെള്ള ഇതിൻ്റെ മുകളിൽ തേച്ച് കൊടുത്താലും മതി. അപ്പോൾ നല്ലൊരു ബ്രൗൺ നിറത്തിൽ നമുക്ക് കിട്ടും. ഞാനിവിടെ പാലും പഞ്ചസാരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല. ഇതിൻ്റെ സൈഡൊക്കെ നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതവിടെ അടച്ചു വെച്ചു. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഈ സമയത്ത് നമ്മളൊന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു പാൻ. അതിലേക്ക് നമ്മൾ ഓവൻ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിലേക്ക് ഒരു റിങ് വെച്ചിട്ട് നമ്മളുടെ ഈ മാവ് സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ അതെടുത്ത് വെച്ച് കൊടുത്തു. എന്നിട്ട് എനിക്കൊരു 25-30 മിനിറ്റോളം വേണ്ടി വന്നു. കണ്ടോ, ഇതിൻ്റെ അടിഭാഗത്ത് നല്ലതുപോലെ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട്, ഇപ്പോൾ ഓവനിലായിരുന്നെങ്കിൽ ഇത് 2 വശം ഒരേപോലെ തന്നെ കളറൊക്കെ വന്നേനെ, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ വന്നേനെ. ഇതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി തിരിച്ച് ഇട്ട് കൊടുത്തു. എന്നിട്ടൊരു 5 മിനിറ്റും കൂടെ വെച്ചു. എന്നിട്ടാണ് ഇത് 2 വശം ഒരേപോലെ കളർ വരുത്തി നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ ആക്കിയെടുത്തത്. എന്നിട്ട് ഞാനിത് ഒന്ന് തിരിച്ചിട്ട് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്തെടുത്തു. എളുപ്പമാണ്, കാരണം നമ്മൾ ബട്ടർ പേപ്പർ അടിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കണ്ടോ, നല്ല കളറിൽ വന്നിട്ടുണ്ട്. കരിഞ്ഞതൊന്നുമല്ല, നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം ഞാനവിടെ അടച്ച് തന്നെ വെച്ചിരുന്നു. എന്നിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന പോലെ തന്നെയുള്ള ദിൽഖുഷ് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നല്ല മധുരം, ആവശ്യത്തിന് മധുരവും ഫ്രൂട്ട്സും തേങ്ങയും കൂടിയുള്ള ആ ഉള്ളിലുള്ള സംഭവം കണ്ടില്ലേ, നല്ല രസമാണ് കഴിക്കാനൊക്കെ. ഇത് ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നത് പോലെ തന്നെ ഉണ്ട്.
പക്ഷെ അതിനെക്കാട്ടിയും നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബേക്കറിയിൽ നിന്ന് മേടിക്കുന്നതിൻ്റെ ആ നടുക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ, ആ അരികത്തേക്കൊന്നും അവർ വെക്കാറില്ല. കണ്ടോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കണം, നിങ്ങളുടെ അഭിപ്രായം അറിയിക്കണം. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും ഹൈപ്പും ഒക്കെ എനിക്ക് വേണം. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്കുടനെ കാണാം. താങ്ക് യു. ബൈ.